നമുക്ക് ആകെ ഐ തിങ്ക് ഒരു 20 to 25 minutes ആയിരുന്നു ഇവിടെ അലോട്ട് ചെയ്തത്. അപ്പോൾ ആ സമയം നമുക്ക് ധാരാളമായിരുന്നു. അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ടെമ്പിൾ സെറ്റപ്പ് ഒക്കെ കണ്ടു. അവരുടെ പൂജ മുറിയാന്ന് തോന്നണു, എന്തോ നമുക്കൊന്നും മനസ്സിലായില്ല നോക്കിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പോകണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് ടോയ്ലറ്റൊക്കെ ആക്സസ് ചെയ്തു. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗൈഡ്സും അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുതാ. അങ്ങനെ തിരിച്ച് നമ്മുടെ ബോട്ട് വരാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് വന്നു. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് പോലത്തെ സാധനത്തിലിരുന്ന് കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് കാലൊക്കെ പുറത്തേക്കൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക, ഈ ബീച്ച് ഇറ്റ്സ് റിയലി ക്രിസ്റ്റൽ ക്ലിയർ. അപ്പോൾ ഇവിടുത്തെ മീനുകളും ഈ എന്താ പറയുക സീബഡും എല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ സമയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെയിലങ്ങ് കൂടി. പക്ഷെ എന്നാലും ഇതൊക്കെ എന്താ പറയുക, വൺസ് ഇൻ എ ലൈഫ് ടൈം ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, വെയിലൊന്നുമല്ല. സോ യെസ്, നമ്മുടെ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ട് അടുത്തെത്താറാകുമ്പോഴത്തേക്കും ഈ വേവ്സ് ഇങ്ങനെ കൂടുമ്പോണ്ടല്ലോ, ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഇടന്ന് ഷെയ്ക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പേടിയാവുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കത് ഫണ്ണായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ പറയാ വെച്ചാല് കുറേ ചേച്ചിമാര് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചത് ദൈവമേ ഞാൻ എന്തെങ്കിലും വന്നത് പോയി. ബട്ട് സ്റ്റിൽ കൊള്ളായിരുന്നു. പക്ഷെ ഐ മസ്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കാണാൻ, ഡ്രസ്സാണെങ്കിലും എല്ലാം ആണെങ്കിലും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളുടെ ബോട്ടിലേക്ക് വന്നു. അപ്പോൾ ഇനി അടുത്ത ഐലൻഡ് ഏതാന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അൺടിൽ ദെൻ ടാറ്റ ബൈ ബൈ.